എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. റാപ്പിഡിന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ കാത്തിരുന്ന് കിട്ടിയ ഒരു അപൂർവ നിധിയാണ് സ്കോഡ സൂപ്പർബ് എന്ന് പറയുന്നത്. കാരണം ഈ വണ്ടി അത്രമാത്രം ഓട്ടത്തിലാണ്. ഞാൻ പറയുമ്പോൾ തന്നെ ഈ വാഹനത്തിന്റെ ഡിമാൻഡ് ഈ സമയത്ത് വളരെയധികം കൂടുതലാണ്. ലക്ഷറി സെഡാൻ സെഗ്മെന്റിലേക്ക് സ്കോഡ അവതരിപ്പിച്ച ഏറ്റവും മികച്ച ഒരു വാഹനമാണ് സൂപ്പർബ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സ്കോഡ സൂപ്പർബിന്റെ റിവ്യൂവും അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് 4 അറകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അതുപോലെ വളരെ നീളത്തിൽ ഇങ്ങനെ എൽ ഷേപ്പിലുള്ള ഒരു ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് കാണാം. ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഹെഡ് ലാമ്പ് വാഷർ യൂണിറ്റ് വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ക്രോം ലെവലിലുള്ള എയർ ഇൻടേക്ക് യൂണിറ്റ് കാണാം. അതുപോലെ എയർ ഡാം യൂണിറ്റിനാണെങ്കിൽ ഒരു ഹണികോം ഗ്രിൽ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ഗ്രിൽ പാറ്റേണിൽ ഫോഗ് ലാംപ്സ് കണക്റ്റഡ് ആയിട്ട് ക്രോം സ്ട്രിപ്പിനാൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കിവിടെയാണ് ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. ഇനി ഗ്രില്ലിലേക്ക് നോക്കുന്ന സമയത്ത് നിരവധി സ്ലാട്ടുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഗ്രില്ലാണ്. അതിൻ്റെ ബോർഡർ ലൈനൊക്കെ ക്രോം എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ നടുവിൽ സ്കോഡയുടെ ലോഗോയും കാണാം. വലിയ ഡിസൈൻ മികവൊന്നുമില്ലാത്ത ആ ഒരു ഫ്രണ്ട് വശം തന്നെയാണ് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ആ ഒരു ഫാമിലി ഗ്രില്ലെന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഗ്രില്ലാണ് ഈ സൂപ്പർബിലും സ്കോഡ അവതരിപ്പിച്ചിരിക്കുന്നത്. വശക്കാഴ്ചയിലും ലക്ഷറി സെഡാനെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ എലമെൻറ്റ്സും നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ബോഡി ഡിസൈൻസൊക്കെ ബാക്ക് ടെയിൽ ലാമ്പ് വരെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടും ബൈക്കും ഡിസ്ക് ബ്രേക്ക് ഉൾപ്പെടുന്ന 215 55 617 ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീൽസാണ് വരുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റർ ഉൾപ്പെടുന്ന ഒരു മിറർ യൂണിറ്റാണ്. അത് ഡ്യുവൽ ടോൺ കളറിലാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്കിലും വൈറ്റിലും ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിലാണ്. അതുപോലെ സെൻസേഴ്സൊക്കെ നൽകിയിട്ടുള്ളതാണ്. എ പില്ലറും ബി പില്ലറും ക്രോം എലമെൻറ്റിനാൽ കവർ ചെയ്തിട്ടുണ്ട്. ബൈക്കിലേക്ക് വരുമ്പോഴും ടെയിൽ ഡോറിലൊക്കെ കയറി നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. അതിൻ്റെ നടുവിലൂടെ ഒരു ക്രോം സ്ട്രിപ്പ് നമുക്ക് 2 ടെയിൽ ലാമ്പിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ സ്കോഡയുടെ വലിയൊരു ബാഡ്ജിങ് കാണാം. സൂപ്പർബ് എന്നവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. അടിഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് റിഫ്ലക്ടർ യൂണിറ്റ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ് ഒരു ബ്ലാക്ക് എലമെൻറ്റിലാണ് നൽകിയിരിക്കുന്നത്. ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഇവിടെയാണ് വരുന്നത്. ഡീഫോഗർ ലൈൻസോട് കൂടിയ മിററാണ്. അതുപോലെ ഈ ബൈക്ക് ബൂട്ട് ഡോറിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് സെഡാനുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ടെയിൽ ഗേറ്റാണ്. കാരണം ഈ ഒരു ബൈക്കിലത്തെ റിയർ മിറർ യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഫുള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ എല്ലാ ഇലക്ട്രിക്കലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനും ഒക്കെ നൽകിയിട്ടുണ്ട്. ഡീഫോഗർ ലൈൻസോട് കൂടിയ മിറർ യൂണിറ്റാണ്. മുകളിൽ നമുക്ക് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. മുകളിൽ ഒരു ബ്ലാക്ക് എലമെൻറ്റുള്ള ഷാർക്ക് ഫിൻ ആൻറ്റിനയെ നൽകിയിട്ടുണ്ട്. സൺറൂഫ് ലഭിക്കുന്നുണ്ട്. ആ സൺറൂഫിൻ്റെ ഭാഗം എല്ലാം ഒരു ബ്ലാക്ക് എലമെൻറ്റിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സ്കോഡ സൂപ്പർബിൻ്റെ ഇൻറ്റീരിയറാണുള്ളത്. ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഈ വാഹനത്തിൽ ഇരിക്കുമ്പോൾ. ഇനി സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ഒരു ബ്ലാക്ക് എലമെൻറ്റിൽ നൽകിയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ലെതർ റാപ്പിംഗ് എല്ലാം ഫുൾ ബ്ലാക്ക് ആണ്. അതുപോലെ നമുക്ക് ഇവിടെയായി വോയിസ് കമാൻഡിൻ്റെ ഫങ്ഷൻസും അതുപോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചാണ് നമുക്ക് ടെലിഫോണ്, അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ സ്റ്റാറ്റസ്, ഡ്രൈവിംഗ് ഡാറ്റ, അസിസ്റ്റ് സിസ്റ്റം, നാവിഗേഷൻ, മ്യൂസിക് തുടങ്ങിയവയൊക്കെ അറിയുന്നത്. ഡ്രൈവിംഗ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ് കവേർഡ്, ഡ്രൈവിംഗ് ടൈം, റേഞ്ച്, ആവറേജ് കൺസപ്ഷൻ, ഓയിൽ ടെമ്പറേച്ചർ, സ്പീഡ് തുടങ്ങി വേണ്ട അത്തരം ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് ഡാറ്റയാണ്. അതുപോലെ അസിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒക്കെ നോക്കുമ്പോൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. നാവിഗേഷൻ, പിന്നെ ഓഡിയോ സിസ്റ്റം,
അതുപോലെ ടെലഫോൺ. സോ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഏറെക്കുറെ ഫങ്ഷൻസ് എല്ലാം ഈ വെർച്വൽ കോക്ക്പിറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യാൻ സാധിക്കും. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ മൈനസിൻ്റെ ഇവിടെ പ്ലസിൻ്റെയും ബട്ടൺസ് ഒക്കെയാണ്. ക്രൂയിസ് കൺട്രോളിൻ്റെ ഫങ്ഷൻ വരുന്നത് ഈ നോബിലാണ്. ഇവിടെ തന്നെയാണ് ഇൻഡിക്കേറ്ററിൻ്റെയും ലൈറ്റിൻ്റെയും ഒക്കെ ഫങ്ഷൻസ് വരുന്നത്. അതുപോലെ വൈപ്പറിൻ്റെയും ഒക്കെ ഫങ്ഷൻസ് വരുന്നത് ഇവിടെയാണ്. ഒരു വെർച്വൽ കോക്ക്പിറ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. 2 അനലോഗ് യൂണിറ്റും നടുവിലായി ഡിജിറ്റൽ യൂണിറ്റും ഉൾപ്പെടുന്ന ഫങ്ഷണലായിട്ടുള്ള മികച്ച ഒരു വെർച്വൽ കോക്ക്പിറ്റ് തന്നെയാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുമുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടണും അതുപോലെ ഹെഡ്ലാമ്പിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബും ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഒരു ഡ്യുവൽ ടോണിലുള്ള ഡാഷ്ബോർഡാണ്. ബ്ലാക്ക് കളറും ബീജ് കളറും മിക്സ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ്. സെൻട്രൽ കൺസോളിലേക്ക് നോക്കുമ്പോൾ എല്ലാം വളരെ ആ പ്രീമിയം ടച്ച് നിലനിർത്തുന്നുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. ഈ ഗ്ലൗ ബോക്സ് ഒക്കെ ആണെങ്കിൽ ഒരു സ്ലോ മോഷൻ എഫക്റ്റോട് കൂടിയാണ് ഓപ്പൺ ആകുന്നത്. അതൊക്കെ ആ ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ ടച്ച് എടുത്തു കാണിക്കുന്നു. അതുപോലെ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് CD പോലുള്ള സിസ്റ്റത്തിൻ്റെ ആക്സസ്. അതുപോലെ ഇതൊരു കൂളിംഗ് ഫെസിലിറ്റി എനേബിൾ ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് യൂണിറ്റാണ്. നമുക്കിവിടെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം സ്ട്രിപ്പും കാണാം. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ടച്ച് റെസ്പോൺസീവായിട്ടുള്ള മികച്ച ഒരു ഫീഡ്ബാക്ക് നൽകുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മികച്ച രീതിയിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതുപോലെ വാഹനത്തിനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ആവറേജ് ഫ്യൂവൽ എക്കോണമി, ലോങ് ടൈം, സിൻസ് റീഫ്യൂവലിംഗ്, അതുപോലെ സിൻസ് സ്റ്റാർട്ട്, ഡ്രൈവിംഗ് ഡാറ്റ, വെഹിക്കിൾ സ്റ്റാറ്റസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഈ വെർച്വൽ കോക്ക്പിറ്റിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു നല്ല ഒരു സിസ്റ്റമാണ്. പാർക്കിംഗ് ആൻഡ് മാനുവറിംഗ്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ്, മിറർ ആൻഡ് വൈപ്പർ, ടയർ പ്രഷറിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ ഹെഡ്ലൈറ്റ് റേഞ്ച് കൺട്രോളർ. സോ മികച്ച രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിങ്ങിൻ്റെ ഫംഗ്ഷനാണ്. ഇതിനകത്തൊരു 3 സോൺ ക്ലൈമറ്റ് കൺട്രോളിംഗ് AC ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഡ്യുവൽ സോണും ബാക്കിൽ സിംഗിൾ സോണും, അങ്ങനെ ടോട്ടൽ 3 സോണാണ്. അതുപോലെ നമുക്ക് സീറ്റ് വെന്റിലേറ്റ് ചെയ്യാനുള്ള, ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു 2 ബട്ടൺസാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ മറ്റ് AC ഫങ്ഷൻസിൻ്റെ ഒക്കെ ബട്ടണും കാണാം. ഇവിടെയായിട്ട് ടെമ്പറേച്ചറിൻ്റെ 2 ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഇതും AC-യുടെ ഫങ്ഷൻസാണ്. അതുപോലെ നമുക്ക് ഇവിടെയായി ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിലൊരു സിഗരറ്റ് ലൈറ്ററും USB ചാർജിങ് പോർട്ടും നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം പോലെ നമുക്കത് ഉപയോഗിക്കാം. ആവശ്യമില്ലെങ്കിൽ നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ്. ഈ AC-യുടെ ബട്ടൺസിന് ചുറ്റും ഒരു ക്രോം ലൈൻസ് കാണാം. അതുപോലെ ഗിയർ ലിവറിലും ഇവിടെയൊക്കെയായി ക്രോമിൻ്റെ വളരെയധികം ഇൻസേർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു 7 സ്പീഡ് DSG ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഡ്രൈവ് മോഡുകൾ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. എക്കോ, നോർമൽ, സ്പോർട്സ്, ഇൻഡിവിജ്വൽ എന്നീ 4 ഡ്രൈവ് മോഡുകളാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. അതുപോലെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. പാർക്കിങ്ങിൻ്റെ ബട്ടൺ, നമുക്കൊരു 360 ഡിഗ്രി ക്യാമറ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. വാഹനം നമുക്കിനി റിവേഴ്സിലിട്ട് നോക്കാം. റിവേഴ്സിലിട്ടു. നമുക്ക് അഡാപ്റ്റീവ് ലൈൻസോട് കൂടിയ പാർക്കിംഗ് ക്യാമറയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഫുൾ വാഹനത്തിന് 360 ഡിഗ്രിയിലുള്ള സെൻസേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്.
ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിങ്ങിൻ്റെ ബട്ടൺ ഇവിടെ വരുന്നത്. അതുപോലെ സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ബട്ടണും നമുക്കിവിടെ കാണാം. ഒരു പ്രീമിയം ടച്ച് നിലനിർത്താൻ വേണ്ടി ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഭാഗം എല്ലാം ബ്ലാക്ക് കളറിലും അതുപോലെ സൈഡ് 2 വശങ്ങളിലുമായിട്ടൊരു ബീജ് കളർ നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്. ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. നമുക്കിവിടെ ഒരു ആംറസ്റ്റ് ലഭിക്കുന്നുണ്ട്. അതെല്ലാം ലെതർ റാപ്ഡായിട്ടുള്ളൊരു ആംറസ്റ്റാണ്. നമുക്കതിനകത്ത് USB ചാർജിങ് പോർട്ടും അതുപോലെ കൂളിംഗ് ഫെസിലിറ്റി എനേബിൾ ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്. മറ്റൊരു കാര്യം, ഇതിനകത്ത് നമുക്ക് ഫോൺ വെക്കാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു പോർഷനും നൽകിയിട്ടുണ്ട്. സൺവൈസസിലേക്ക് നോക്കുമ്പോൾ വാനിറ്റി മിറർ വിത്ത് ലാമ്പാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഓട്ടോമാറ്റിക് ഡേ നൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മിററാണ് വരുന്നത്. റീഡിംഗ് ലാംപ്സൊക്കെ LED ആണ്. നമുക്കൊരു സൺറൂഫ് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഷീൽഡ് നമ്മൾ മാനുവലായി റിമൂവ് ചെയ്യണം. ഡ്രൈവർ സൈഡിലും വാനിറ്റി മിറർ വിത്ത് ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. ഡോറിലും ആ ഒരു ഡ്യുവൽ ടോൺ കളർ നമുക്ക് കാണാൻ കഴിയുന്നു. ഡോർ അൺലോക്ക് ചെയ്യുന്ന നോബാണെങ്കിൽ ഒരു ഫുള്ളി ക്രോം എലമെൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫുൾ പാനൽ നമുക്ക് പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ട്യൂട്ടർ യൂണിറ്റ് കാണാം. നല്ല ഡോർ ഹാൻഡിലാണ്, അതും ഫുൾ ലെതർ റാപ്പിഡാണ്. ഡോർ ആംറസ്റ്റും ലെതർ റാപ്പിഡാണ്. പവർ വിൻഡോയുടെ ബട്ടൺസും മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയായി സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ആംബിയൻ ലൈറ്റ് ലഭിക്കുന്നുണ്ട്. അത് ഈ സൈഡിൽ നിന്ന് തുടങ്ങി സെൻട്രൽ കൺസോളിലൂടെ കടന്ന് നമുക്ക് ഈ ഒരു സൈഡ് വരെ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പും അതുപോലെ സ്കോഡയുടെ ലോഗോ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. മെമ്മറി ഫങ്ഷൻസ് ഉള്ള സീറ്റുകളാണ്. അതുപോലെ 12 രീതിയിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളാണ്. 2 സൈഡിലും ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും നമുക്ക് ആ രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കും. അതുപോലെ അൽക്കണ്ടാര ലെതർ ഉപയോഗിച്ചിട്ടുള്ള സീറ്റുകളായതുകൊണ്ട് തന്നെ നല്ല കംഫർട്ട് തരുന്നുണ്ട്. അതുപോലെ നല്ല അണ്ടർ തൈ സപ്പോർട്ട് നമുക്ക് സീറ്റുകളിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് റോയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 സോൺ ക്ലൈമറ്റ് കൺട്രോളിംഗ് AC ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അതിൻ്റെ ഡിസ്പ്ലേയും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസൊക്കെ നമുക്ക് ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം. വലിയ ഉയരത്തിലുള്ള സെൻട്രൽ ടണലാണ്. സീറ്റുകളൊക്കെ സ്കൂപ്പ് ഔട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ലെഗ് സ്പേസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ സീറ്റ് നമുക്ക് ബൈക്കിൽ നിന്ന് തന്നെ മുൻപോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ഓണേഴ്സ് കാറായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബൈക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലെഗ് റൂമിൻ്റെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റുകളാണ്. അതുപോലെ ഇവിടെ ഒരു കോട്ട് ഹുക്ക് നൽകിയിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ സെൻട്രലിലിരിക്കുന്ന ആൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. 3 ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. ഒരു ആംറസ്റ്റും നൽകി. ആംറസ്റ്റ് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് അടങ്ങിയ ആംറസ്റ്റാണ്. അതുപോലെ നമുക്ക് ബൂട്ട് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫെസിലിറ്റിയും നൽകിയിട്ടുണ്ട്. 2 റീഡിംഗ് ലാംപ്സ് നൽകിയിട്ടുണ്ട്. അത് രണ്ടും LED യൂണിറ്റാണ്. മാനുവലി ഉയർത്തി വെക്കാവുന്ന സൺ ബ്ലൈൻഡാണ് നൽകിയിട്ടുള്ളത്. അത് ഇലക്ട്രിക്കലി ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് നല്ല ഡോർ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയുള്ള ആ ഒരു എലമെൻ്റൊക്കെ തന്നെയാണ് ബൈക്കിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് കപ്പ് ഹോൾഡേഴ്സൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. പിൻഭാഗത്ത് നമുക്ക് സൺ ബ്ലൈൻഡ് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് മാനുവലായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ കീ സിസ്റ്റം ഉപയോഗിച്ച് ബൂട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ബൂട്ട് ഓപ്പൺ ആയി വരും. അതുപോലെ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഈ ബട്ടൺ ഉപയോഗിച്ചും ക്ലോസ് ചെയ്യാം. ഹൈറ്റ് അനുസരിച്ച് ഈ ഒരു ബൂട്ട് ഡോർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് റിമോട്ട് ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഹൈറ്റ് അനുസരിച്ച്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്ക് മുകളിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. നമുക്കിവിടെ ഹുക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. നമുക്കിവിടെ 2 ലാംപ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ വലിയൊരു പാഴ്സൽ ട്രേയും നമുക്ക് കാണാം. 12 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റും നമ്മൾ മറ്റേ സൈഡിൽ കണ്ട പോലെ തന്നെയുള്ള ഹുക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ചെറിയ
ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെക്കാനുള്ള സ്പേസാണ്. സ്പെയർ വീൽ നമുക്ക് ഇവിടെയാണ് വരുന്നത്. വലിയ വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസാണ്. ഒരാൾക്ക് സുഖമായിട്ട് കയറി കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസാണ്. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. ഇനി സ്കോഡ സൂപ്പർബിന്റെ വിലയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 വേരിയന്റുകളിലാണ് സൂപ്പർബ് ലഭ്യമാകുന്നത്. ഒന്ന് എല്ലാന്റെ വേരിയന്റ്, അതിന്റെ എക്സ്ഷോറൂം വേരിയന്റ് എന്ന് പറയുന്നത് ഏകദേശം 29,99,000 രൂപയാണ്. മറ്റേത് സ്പോർട്സ് വേരിയന്റ്, സ്പോർട്ട് ലൈൻ വേരിയന്റ് വരുമ്പോൾ 32,99,000 രൂപയാണ് എക്സ്ഷോറൂം വില വരുന്നത്. ഓടിക്കാൻ ഫണ്ട് തരുന്ന, അല്ലെങ്കിൽ ഒരേ സമയം ഓണേഴ്സിനും അതുപോലെ റൈഡേഴ്സിനും കൊണ്ടുനടക്കാൻ കഴിയുന്ന രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു മികച്ച എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത്. സാധാരണക്കാരി വാഹനം എടുക്കുന്നവർ ഓണേഴ്സ് ആയിരിക്കും, അതായത് ബൈക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവരായിരിക്കും. അവർക്കും അതുപോലെ തന്നെ വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന വാഹന പ്രേമികൾക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആകുന്ന ഒരു എക്സിക്യൂട്ടീവ് സെഡാൻ അല്ലെങ്കിൽ ലക്ഷറി സെഡാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്കോഡ സൂപ്പർബിന്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വാഹന വിശേഷമായി കാണാം.